ഹലോ, അതെ, ആര്? നൈനാന്റെ ജോലിക്കാരനോ? കോശി എവിടെ? എന്തു പറ്റി? മറിഞ്ഞോ? എവിടെ? ആ, ഏതാശുപത്രിയില്ല? സീരിയസ് ഒന്നുമല്ലല്ലോ? അറസ്റ്റ് ചെയ്തോ? ആ ഡിവൈഎസ്പിയുടെ പേരെന്താ അറിയില്ലേ? ആ ആ, ഞങ്ങൾ ഉടനെ പുറപ്പെടുന്നു പറഞ്ഞാൽ മതി. ശരി. സണ്ണി, സണ്ണിയേ, സണ്ണി. മോനെ, കോശി വണ്ടിപ്പെരിയാറ്റിന് വരുന്ന വഴി ജീപ്പ് മറിഞ്ഞ ആശുപത്രിയില്ല. കുഴപ്പമൊന്നുമില്ല, ചെറിയ മുറിവ് മറ്റോ ഉള്ളെന്നാ പറഞ്ഞേ. നമുക്ക് അവിടെ വരെ ഒന്ന് പോണം. ബേബിയെ കൂടെ വിളിച്ചോ. വക്കീലിനെ മനുഷ്യനോ കാണേണ്ടി വരും. പോലീസ് കസ്റ്റഡിയില്ല, ജാമ്യത്തിൽ ഇറക്കണം. വേഗനാട്ടെ. കേറ്റി വിടോ, എന്റെ അപ്പനാ. ഒന്നുമില്ല ചേ, ഈ കൈയുടെ എല്ലൊന്ന് പൊട്ടിയെന്നാ ഡോക്ടർ പറയുന്നത്. കുറച്ചു ദിവസം ഇതും കെട്ടി നടക്കേണ്ടി വരും, അത്രേ ഉള്ളൂ. അച്ഛാ മക്കിയില്ല കണ്ടായിരുന്നു? കണ്ടു, മജിസ്ട്രേറ്റിന്റെ വീട്ടിലേക്ക് പോയിരിക്കുക. ഇത് ഏത് ഇൻസ്പെക്ടറാണ്? ഈയിടെ കണ്ട സ്ഥലം മാറി വന്ന ഡിവൈഎസ്പിയാ. എന്താണോ അവന്റെ പേര്? പോത്തൻ ചാക്കോ. അവൻ എന്നെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലാക്കിയാലേ ഉറക്കം വരും എന്ന് പറഞ്ഞൊരു വരവല്ലായിരുന്നു. ഞാൻ ജീപ്പ് എടുത്ത് ഒറ്റ പോക്ക് പോകും. അവനും ദേവനും എല്ലാം കൂടി അവന്റെ ജീപ്പിൽ പുറകെ. ആ വഴി എനിക്ക് അത്ര നല്ല പരിചയമില്ലായിരുന്നല്ലോ. ഒരു ടേണിങ്ങിന്റെ അവിടെ തിരിച്ചിട്ട് കിട്ടിയില്ല. 10-15 അടി താഴത്തേക്ക് അങ്ങ് ഉരുണ്ടു. വണ്ടി നാശമായി പോയിന്നാ തോന്നുന്നേ. ഇതൊന്ന് കഴിഞ്ഞോട്ടെ, അവന്റെ മുട്ടുതല്ലി ഓടിച്ചു വിടുന്ന് പറഞ്ഞേക്കൊന്ന് പറഞ്ഞേര്. സൂക്ഷിച്ചു വേണേ കുഞ്ഞ്, ആളല്പം പ്രിൻസിപ്പളുള്ള കൂട്ടത്തിലാ. വഴങ്ങാൻ പാടാ. ഇവിടുത്തെ കഞ്ചാവഷിക്കാരൊന്ന് ഒതുക്കാൻ ഈയിടെ ഇങ്ങോട്ട് മാറ്റിയതാ. ഒതുക്കിയിട്ടേ പോളൊന്നും പറഞ്ഞാ നിൽപ്പ്. ഒന്നുമില്ല ശീലെ, ഒന്നുമില്ലടി, നീ കരയാതെ. ഒടി വലുതുണ്ടോ? ഇല്ല, ഒരു ബോട്ടിൽ മറ്റോ ഉണ്ടെന്ന് പറയുന്നു. താനുടനെ വണ്ടിപ്പെരിയാറ്റിലൊന്ന് പോണം. എന്താ ജീപ്പ് വലിച്ചു കയറ്റി വർക്ക്ഷോപ്പിലാക്കണം. രാജഗിരിയിലേക്കുള്ള റോഡില്ലേ, അന്ന് നമ്മൾ പോയത്? മനസ്സിലായി. അതിലെ ഒരു 6-7 കിലോമീറ്റർ എന്നാ മതി. പോലീസുകാരെന്തെങ്കിലും? അതൊക്കെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. താൻ ആളെ വിളിച്ചോണ്ടെങ്കിൽ എന്നാ മതി. ഇതാ 5000 ഉണ്ട്. വേലപ്പൻ എന്ന് പറഞ്ഞൊരു പോലീസുകാരാണോ, അവന് 2000 കൊടുത്തേര്. ആ, വേഗം പുറപ്പെട്ടോ. കോശി, നീ 3 ദിവസം ഇവിടെ താമസിച്ചാൽ മതി. ആ ഇൻസ്പെക്ടർ വാശിക്കാരാണെന്ന് നമ്മുടെ വക്കീൽ പറയുന്നത്. അവൻ വേറെ എന്തെങ്കിലും കേസ് ഉണ്ടാക്കി ഇനി അകത്താക്കാൻ നോക്കും. ഇവിടെ അവൻ ഞങ്ങളൊക്കെ ഉണ്ടല്ലോ. ഞാൻ നാളെ തിരുവനന്തപുരം വരെ ഒന്ന് പോയി നോക്കാം. അവനെ ഇവിടെ നിന്ന് തെറിപ്പിക്കാനൊക്കെ ഒന്ന് നോക്കണമല്ലോ. ഈ വയ്യാവേലിക്കൊന്നും പോകണ്ടെന്ന് ഞാൻ അന്നേ പറഞ്ഞതാ. അതിനിപ്പോ എന്താ സണ്ണി, 1 കോടിയുടെ മുതൽ 25 ലക്ഷത്തിന് കിട്ടിയില്ലേ? ഈ കേസൊന്നും സാരമില്ലടാ, ഇത് ഞാൻ നോക്കിക്കോളാം. നീ വേണ്ടാത്ത കാര്യത്തിനൊക്കെ എന്തിനാ കുഞ്ഞാ നീ നടക്കുന്നത്? അതിനൊക്കെ കൂട്ടു നിൽക്കാൻ ഒരു തന്തെ. ഓ, ഇനി അവളാ? ഞാനല്ല, അവന് ആരാ അവനെ കൂട്ടു നിൽക്കേണ്ടത്? ഞാനൊന്നും മിണ്ടുന്നില്ലെങ്കിലും ഇതെല്ലാം കണ്ടുകൊണ്ട് തന്നെ അവിടെ കഴിയുന്നത്. നേരായ മാർഗത്തിൽ പോയാ ഇതൊന്നും സംഭവിക്കുകയില്ല. നേരായ മാർഗത്തിൽ പോയാൽ ഈ കാണുന്ന ഒന്നും ഉണ്ടാവില്ലടി. പണം ഉണ്ടാക്കാൻ അതിന്റേതായ മാർഗങ്ങളുണ്ട്. അത് ആണുങ്ങളുടെ ജോലിയാ. നീ അടുക്കളയിലെ കാര്യം നോക്കിയാൽ മതി. എന്റെ കുഞ്ഞുങ്ങളെ കള്ളന്മാരെ പോലെ ഒളിച്ചു വെക്കുന്നത് കാണുമ്പോ എനിക്ക് മനസ്സമാധാനമില്ല. നിങ്ങൾക്ക് പണത്തിനോട് മാത്രമേ സ്നേഹമുള്ളൂ, വേറൊന്നിനോടും ഇല്ല. ആ, അതങ്ങനെ തന്നെയാ. പണം ഉണ്ടെങ്കിൽ എല്ലാം ഉള്ളടി. അത് ഉള്ളത് കൊണ്ടാണ് എല്ലാ കാര്യങ്ങളും ഞാൻ വിചാരിക്കുമ്പോൾ നടക്കുന്നത്. വിചാരിക്കാത്തത് നടക്കുമ്പോഴേ നിങ്ങൾ പഠിക്കും. ദൈവം മോളിലുണ്ട്. വാ, വന്നു കിടക്ക.
മാത്യൂസേ, ഈ വീട്ടിൽ സാത്താൻ വാസം തുടങ്ങിയിട്ട് കുറെ കാലമായെന്ന് തോന്നുന്നു. ദൈവം വിചാരിച്ചാൽ സാത്താൻ ഇറങ്ങിപ്പോവില്ല. മനുഷ്യൻ പുറത്താക്കിയാലേ പോകൂ. ഇവിടെ അങ്ങനെ ഒരു പ്രശ്നവും ഇല്ല. കാര്യങ്ങളൊക്കെ വേണ്ട പോലെ നടക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ആണുങ്ങൾക്ക് സമയക്കുറവുകൊണ്ട് എല്ലാ ഞായറാഴ്ചയും പള്ളിയിലൊന്നും വരാൻ പറ്റുന്ന വരികയില്ല. പള്ളിയിൽ പോകുന്നതിനെ പറ്റിയല്ല. പള്ളിയിൽ പോകാൻ ഞാൻ ആരെയും നിർബന്ധിക്കാറില്ല. സ്വമനസാലെ പോയെങ്കിലേ അതുകൊണ്ട് പ്രയോജനമുള്ളൂ. പിന്നെന്താ പറഞ്ഞു വരുന്നത്? ഇവിടത്തെ കുട്ടികളെ കുറ്റകൃത്യങ്ങൾക്ക് അറസ്റ്റ് ചെയ്തതായി വർത്തമാനപത്രങ്ങളിൽ എഴുതി വരുന്നത് സന്തോഷകരമായ കാര്യമല്ലല്ലോ. നിയമലംഘനം വിശ്വാസികൾക്ക് പറഞ്ഞിട്ടുള്ളതല്ല. കാലമൊക്കെ മാറി. നിയമങ്ങൾ ഒരുപാടാകുമ്പോൾ ചിലതൊക്കെ ലംഘിക്കാതെ ജീവിക്കാൻ പറ്റുമോ? നിയമം ലംഘിച്ചാൽ എന്തെങ്കിലും പിടിക്കപ്പെടുമെന്ന് കൂടി ഓർക്കണം. അങ്ങനെ നോക്കിയാൽ ആരെയാ പിടിക്കാൻ പറ്റാത്തത്? ഇതൊക്കെ ബിസിനസിന്റെ ഭാഗമാ. ബിസിനസ് ചെയ്യുമ്പോൾ നിയമങ്ങൾ വേറെയാ. അതറിയാവുന്നതാണ് ഞാൻ ഇത്രയൊക്കെ ഉണ്ടാക്കിയത്. എത്രയുണ്ടാക്കിയാലും മനസമാധാനം നഷ്ടപ്പെട്ടാൽ അർത്ഥമില്ലാതെ വരും. എനിക്കൊരു സമാധാനക്കുറവില്ല. ആ പറഞ്ഞത് സത്യമാണോ? ഈ വീടിനെപ്പറ്റി ഓർക്കുമ്പോ എന്റെ മനസമാധാനം നഷ്ടപ്പെടുന്നു. അതുകൊണ്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. സമൃദ്ധി ഉള്ളപ്പോ എല്ലാം ഉള്ളതായി തോന്നും. ഒന്നും ശാശ്വതമല്ലെന്നോർത്താൽ മതി. മനുഷ്യൻ ചിന്തിച്ചുറപ്പിക്കുന്നതിൽ നിന്നും വിപരീതമായിരിക്കും ദൈവനിശ്ചയം പലപ്പോഴും. കോശേ, സമൂഹത്തിന്റെ മുമ്പിൽ കുറ്റവാളി എന്ന് വിളിക്കാൻ ഇടനൽകുന്ന പ്രവൃത്തികളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുന്നതല്ലേ നല്ലത്? ഈ പറയുന്ന പോലെ ഇത് വലിയ കാര്യമൊന്നുമല്ല. അസൂയ കൊണ്ട് ആൾ അതൊന്നും പറയുന്നു എഴുതുന്നു. അല്ല എന്താ? എന്ത് കാര്യവും ന്യായീകരിക്കാൻ സാധിക്കും. പക്ഷേ സത്യം എന്നും സത്യം തന്നെയാണ്. എന്റെ മനസ്സിനാ ഒരു സമാധാനവും ഇല്ലാത്തത്. സണ്ണി പറയുന്നത് അവൻ ഇവിടം വിട്ട് പോണോന്നാ. എങ്ങോട്ട് പോകാൻ? അത് നടക്കാൻ പോകുന്ന കാര്യമല്ലെന്ന് ഞാൻ അവനോട് പറഞ്ഞല്ലോ. ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞതാ. പോവുക തന്നെ. നീ പോകുമായിരിക്കും, പക്ഷെ നിന്റെ വീതം ഒന്നും വിടില്ല. കേൾക്കൂ സണ്ണി, എന്തിനാ ഇവിടം വിട്ട് പോകണമെന്ന് പറയുന്നത്? എനിക്കിവിടെ മടുത്തു. എന്റെ സ്വഭാവത്തിന് പറ്റുന്നില്ലെന്നും. എനിക്ക് എന്റേതായ സ്വാതന്ത്ര്യം വേണം. ഒരു കാര്യസ്ഥനെ പോലെ എനിക്ക് വയ്യ തോട്ടം ചുറ്റി നടക്കാൻ. നിനക്ക് ജോലി ചെയ്യാൻ വയ്യെന്നർത്ഥം. അങ്ങനെയുള്ളവർ എവിടെ പോയാലാണ് നന്നാകുന്നത്? സണ്ണി പ്രായപൂർത്തി എത്തിയ പുരുഷനല്ലേ. സ്വതന്ത്രമായി ചിന്തിക്കുന്നതിൽ എന്താ തെറ്റ്? അവൻ എന്തുകൊണ്ടാണ് ഇത് പറയുന്നതെന്ന് ആലോചിച്ചോ? ഇഷ്ടം പോലെ വിടാനാണോ പറഞ്ഞു വരുന്നത്? അല്ല, പിതാവെന്ന നിലയിൽ മാത്യൂസിന് അവരെ ഉപദേശിക്കാം. പക്ഷെ ഒരു പ്രായം കഴിഞ്ഞാൽ മക്കളാണെങ്കിലും അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ കണക്കിലെടുക്കേണ്ടതുണ്ട്. ഇല്ല, എന്റെ അഭിപ്രായങ്ങളെ ഈ വീട്ടിൽ നടക്കൂ. ഞാൻ കാണിക്കുന്ന വഴിയെ എന്റെ മക്കൾ പോയാൽ മതി. ആ വഴികളൊന്നും എനിക്ക് ഇഷ്ടമല്ലെങ്കിലോ എന്റെ വഴിയിലൂടെ പോകാമെന്ന് ഞാൻ നോക്കട്ടെ. നടക്കില്ല സണ്ണി. ഇരിക്കൂ കുഞ്ഞെ. വേണ്ട. പറയുന്നത് കേൾക്കുമോനെ? സാവകാശമായി ചിന്തിച്ചാൽ എല്ലാറ്റിനും പരിഹാരമുണ്ടാവും. ഞാനെല്ലാം ചിന്തിച്ചുറപ്പിച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിൽ എനിക്ക് ആരുടെ ഉപദേശം വേണ്ട. ഞാൻ തീരെ അന്യനല്ല. അന്യനാണെങ്കിൽ കൂടി വിശ്വാസികളുടെ ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ടതിന്റെ കടമയാണ്. പരസ്പര സ്നേഹവും ഐക്യവും നഷ്ടപ്പെട്ടാൽ വീട്ടിലെ സന്തോഷം പോകും. പ്രതീക്ഷിക്കാത്തത് പലതും നടന്നെന്ന് വരും. എനിക്ക് ഇത്രയുമേ ഇപ്പോ പറയാനുള്ളൂ. സർവശക്തൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിന്റെ വിദ്വേഷമെല്ലാം മാറിയോ കുഞ്ഞെ? എല്ലാവരെയും സ്നേഹിക്കണം. ദൈവം സ്നേഹമാണ്.
പെട്ടെന്ന് നീ വരണേ. അമ്മ വന്നില്ലേ? ഇറങ്ങുമല്ലോ, തനിയെ പോയിട്ട് വന്നാ മതിന്ന് പറഞ്ഞു. അത് നന്നായി. എന്തെങ്കിലുമൊക്കെ പറയാലോ. ഇരിക്കെ. എന്തിനാ എന്നോട് വരാൻ പറഞ്ഞത്? വെറുതെ എന്റെ കടയൊക്കെ ഒന്ന് കണ്ടിരിക്കാമല്ലോ. എനിക്കിനി പൗഡറിനും സോപ്പിനും ഒന്നും ഒരു ക്ഷാമവും ഇല്ല. അതെ അതെ, ഇഷ്ടമുള്ള എടുത്തോ. വരട്ടെ. ശരി. ദേവച്ചനെന്താ ഇന്ന് നേരത്തെ? 7 മണി പോലും ആയില്ലല്ലോ. ഉറക്കം വരുന്നു, കിടക്കാൻ പോവാ.